യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. ഉത്തരമാകുന്നതിന് മുമ്പേ തന്നെ സൈബറിടങ്ങളിൽ പോര് കടുക്കുകയാണ്. അതെ, സമ്മർദ്ദവും ശക്തമാവുകയാണ്. KM അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യമാണ് എ ഗ്രൂപ്പ് ആവർത്തിക്കുന്നത്. അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന സമ്മർദ്ദ തന്ത്രവുമായി ഐ ഗ്രൂപ്പും രംഗത്തുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ തീരുമാനം അടുത്തിരിക്കെയാണ് ഗ്രൂപ്പുകളുടെ. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. അസ്ലം, എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ അത് ആരെത്തുമെന്നുള്ള പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ ഈ സൈബർ സമ്മർദ്ദം കൂടെ കടുക്കുകയാണ്. അബിൻ വർക്കിക്കായും അഭിജിത്തിനായും ഒക്കെ സൈബർ സംഘങ്ങളും രംഗത്തുണ്ട്. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വരെ ഇത്തരം സമ്മർദ്ദങ്ങൾ ഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം കാണേണ്ടി വരും. എപ്പോഴേക്ക് ഒരു തീരുമാനം ഉണ്ടാകും? സൈബർ ഇടങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു അസ്ലം, ഇതുമായി ബന്ധപ്പെട്ട്? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിൽ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞതിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനം വൈകാതെ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറുകളിൽ ശരിക്കും സമ്മർദ്ദം ശക്തമാക്കാൻ തന്നെയാണ് ഗ്രൂപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ആ പ്രസിഡന്റ് സ്ഥാനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന KM അഭിജിത്തിനെ മുൻ പിന്നെ KSU പ്രസിഡന്റ് NSUവിന്റെ ദേശീയ സെക്രട്ടറി ഒക്കെ ആയിരുന്ന KM അഭിജിത്തിനെ വെക്കണമെന്ന ആവശ്യമാണ് എ ഗ്രൂപ്പ് ഒന്നടങ്കം ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തൊട്ട് താഴെ വോട്ടുകൾ നേടി വന്ന അബിൻ വർക്കിയെ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ മാനിച്ചുകൊണ്ടും ഐ ഗ്രൂപ്പിനെ മാനിച്ചുകൊണ്ടും വെക്കണമെന്നൊരാവശ്യം ഐ ഗ്രൂപ്പ് ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ ഏറ്റവും അവസാന മണിക്കൂറുകൾ ആ സമ്മർദ്ദം ശക്തമാവുകയാണ്. പല ഘട്ടത്തിലും അബിൻ വർക്കിക്ക് വേണ്ടിയുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ശക്തമായി ഉയർന്നു വരുന്നു. അതിൽ പലതും താനല്ലാത്തരം പ്രചരണങ്ങൾ പിന്നിലെന്ന് പറഞ്ഞാൽ അബിൻ വർക്കി പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും വളരെ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. ബിനു ചുള്ളിയിൽ എന്ന് പറയുന്ന KC വേണുഗോപാൽ പക്ഷക്കാരനായ ഒരാളിന് സാധ്യത വലിയ തോതിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. OG ജനീഷ് എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഇത്തരം ഈ അവസാന ഘട്ടത്തിൽ KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC പ്രസിഡന്റ് സണ്ണി യൂസഫ് ഇവരുടെ നിലപാടുകളാണ് ഇതിൽ പ്രധാനമായിട്ട് വരിക. അതേസമയം രണ്ട് കാര്യങ്ങൾ ഇതിൽ ചർച്ചയായി വരുന്നുണ്ട്. ഒന്ന്, സംഘടനാ തെരഞ്ഞെടുപ്പിനെ മാനിച്ചുകൊണ്ട് നിലവിൽ വൈസ് പ്രസിഡന്റുമാരൊരാളെ തിരഞ്ഞെടുക്കണമെന്നൊരാവശ്യം ഒരു ഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് എ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ എ വിഭാഗത്തിനെ പിണക്കിക്കൊണ്ട് പോകരുത്, എ വിഭാഗത്തെ പരിഗണിക്കണം. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും KSUവിലും ശക്തമായ സ്വാധീനമുള്ളത് എ ഗ്രൂപ്പാണ്. അവരെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വന്നു. ഇത് ഏതിൽ തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വൈകാതെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് വരും. അതിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ശക്തമായി തന്നെ അവരുടെ നേതാക്കൾ, അവരുന്നയിക്കുന്ന നേതാക്കളെ പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിനിടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും അത് ശക്തമായ പോരാട്ടം തുടരുകയാണ്.